നമസ്കാരം പ്രിയ +2 പഠിതാക്കളെ. പരീക്ഷാ തയ്യാറെടുപ്പ് എന്ന രീതിയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 12ാമത്തെ പാഠം വിഭജനത്തെ മനസ്സിലാക്കൽ. +2 തുല്യത ഹിസ്റ്ററി പരീക്ഷയിലെ 12ാമത്തെ ചാപ്റ്റർ നമ്പർ 12, 12ാമത്തെ ചാപ്റ്റർ വിഭജനത്തെ മനസ്സിലാക്കൽ എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം പാകിസ്ഥാൻ പ്രമേയമാണ്. പാകിസ്ഥാൻ പ്രമേയം എന്നാലെന്ത്? പാകിസ്ഥാൻ പ്രമേയം എന്നാലെന്ന് നോക്കാം. 1940 മാർച്ച് 23 ലാഹോറിൽ വെച്ച് കൂടിയ സർവേന്ത്യാ മുസ്ലിം ലീഗ് സമ്മേളനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. ഈ പ്രമേയത്തെയാണ് പാകിസ്ഥാൻ പ്രമേയം എന്ന് വിളിക്കുന്നത്. 1940 മാർച്ച് 23 ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനം. അങ്ങനെ എളുപ്പത്തിൽ പറയും നിങ്ങൾ. മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വെച്ചിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തെ വിളിക്കുന്ന പേരാണ് പാകിസ്ഥാൻ പ്രമേയം. അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമായി എന്ത് വേണം? ഒരു പ്രദേശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. എപ്പോൾ? മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ എവിടെ വെച്ചിട്ടാണ്? ലാഹോറിൽ. 1940 ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനം, മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വെച്ചിട്ട് എന്താവശ്യപ്പെട്ടത്? മുസ്ലിങ്ങൾക്ക് മാത്രം ഇവിടെ എന്ത് വേണം? ഒരു പ്രദേശം, ഭൂരിപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയ പ്രമേയമാണെന്ത്? പാകിസ്ഥാൻ പ്രമേയം. മുഹമ്മദ് അലി ജിന്നയാണ് ഇതിൽ പ്രധാന നേതാവായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നു. പാകിസ്ഥാൻ പ്രമേയം ഒന്നുകൂടെ പറയാം. 1940 ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വെച്ചിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് പാകിസ്ഥാൻ പ്രമേയം. ആ പാകിസ്ഥാൻ പ്രമേയം മനസ്സിലാകുന്ന ഒന്നുകൂടെ ഒരിക്കൽ കൂടി പറയാം. ചോദ്യം പാകിസ്ഥാൻ പ്രമേയം 1940 മാർച്ച് 13 ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വെച്ച് നടന്ന 1940 മാർച്ച് 23 ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വെച്ചിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? അവർക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രമേയമാണ് പാകിസ്ഥാൻ പ്രമേയം. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പാകിസ്ഥാൻ പ്രമേയം. പിന്നെ അടുത്ത വരുന്നത് ക്യാബിനറ്റ് മിഷൻ എന്നാൽ എന്ത്? ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ ആരെല്ലാം എന്നുള്ളതാണ്. 1946 മാർച്ച് മാസത്തിൽ ഈ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയച്ച ഒരു ടീമിനെ, ആ ടീമിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി 1946 മാർച്ച് മാസത്തിൽ ഇന്ത്യൻ നേതാക്കളെ ഇന്ത്യയിലേക്ക് അയച്ചു. ആ ടീമിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. 1946 മാർച്ച് മാസത്തിൽ ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടന് ഒരു ടീമിനെ ഇന്ത്യയിലേക്ക് അയച്ചു. ആ ടീമിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. മനസ്സിലായെന്ന് കരുതുന്നു. 1946 ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയക്കുന്ന ഒരു ടീമിനെ വിളിക്കുന്ന പേരാണ് ആ ടീമിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ ബെത്തിക് ലോറൻസ്, സർ സ്റ്റഫേർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. 3 പേര്. ബെത്തിക് ലോറൻസ്, സർ സ്റ്റഫേർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിൽ പാകിസ്ഥാൻ പ്രമേയം ചോദിക്കാറുണ്ട്. അതുപോലെ ക്യാബിനറ്റ് മിഷനെ കുറിച്ച് ചോദ്യം ചോദിക്കാറുണ്ട്. എന്താ ക്യാബിനറ്റ് മിഷൻ? 1946 മാർച്ച് മാസത്തിൽ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് ഒരു ടീമിനെ അയച്ചു. 4 അംഗ ടീമാണ്. ഇവരെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. അതിലുണ്ടായിരുന്നത് ബെത്തിക് ലോറൻസ്, സർ സ്റ്റഫേർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. 3 അംഗ സംഘമാണ്. ബെത്തിക് ലോറൻസ്, സർ സ്റ്റഫേർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ എന്നിവർ ഉൾപ്പെടുന്ന സംഘത്തെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ.
അപ്പോൾ നമ്മൾ ക്യാബിനറ്റ് മിഷൻ പഠിച്ചു. അതുപോലെ എന്താണ് പാകിസ്ഥാൻ പ്രമേയം പഠിച്ചു. ഇനിയുള്ളതിൽ വേറൊന്ന് ചോദ്യമുണ്ട്. വാമൊഴി തെളിവുകളുടെ വാമൊഴിയെക്കുറിച്ച് ചോദിക്കാം. വാമൊഴി അത് നോക്കാം. വാമൊഴി തെളിവുകളുടെ പ്രാധാന്യം. പേജ് നമ്പർ 162 വാമൊഴി തെളിവുകളുടെ പ്രാധാന്യം. വാമൊഴി തെളിവ് പറയുന്നത് എന്താണ്? വിഭജനക്കാലത്ത് സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കാൻ വാമൊഴി തെളിവ് കൊണ്ട് സഹായിച്ചു. എന്നോട് പറയാം. വിഭജനകാലത്ത് സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കാൻ വാമൊഴിക്ക് സാധിച്ചു. അപ്പോൾ വാമൊഴിയെക്കുറിച്ച് മനസ്സിലായല്ലോ. വിഭജനകാലത്ത് സാധാരണ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കാൻ ഈ വാമൊഴി തെളിവുകൾ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം പറയുന്നത് ജീവിതത്തിൽ സംഭവിച്ച ഒരു അപ്രതീക്ഷിത മാറ്റമായിരുന്നു അവർക്ക് വിഭജനം. വിഭജനത്തെ നേരിട്ട് മനസ്സിലാക്കിയവരുടെയും അതിനെ അതിജീവിച്ചവരുടെയൊക്കെ ഓർമ്മകളിൽ നിന്ന് വിഭജനത്തിൻ്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. വിഭജനത്തെ നേരിട്ട് മനസ്സിലാക്കിയവരുടെയും അതിനെ അതിജീവിച്ചവരുടെയും ഓർമ്മകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ വിഭജനത്തിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കാൻ. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന് വാമൊഴി തെളിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. പാകിസ്ഥാൻ പ്രമേയം പഠിച്ചു, ക്യാബിനറ്റ് മിഷൻ പഠിച്ചു, അതുപോലെ വാമൊഴി തെളിവുകളുടെ പ്രാധാന്യം പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. അതിൽ നമ്മൾ ഇനിയുള്ളത് എന്താണ് മൗണ്ട് ബാറ്റൺ പദ്ധതി ഉണ്ട്. മൗണ്ട് ബാറ്റൺ പദ്ധതി ഇന്ത്യയെ 2 സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് വിഭജിച്ചു. ആ പദ്ധതിയാണെന്ത്? മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യയെ 2 സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് വിഭജിച്ചു. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്ന പേരിൽ 2 സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് വിഭജിച്ചു. അത്തരം രാജ്യങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? അത്തരം പദ്ധതി വിളിക്കുന്ന പേരാണ് എന്ത്? മൗണ്ട് ബാറ്റൺ. അത്തരം പദ്ധതിയെക്കുറിച്ച് വിളിക്കുന്ന പേരാണ് മൗണ്ട് ബാറ്റൺ. പ്രിയ പഠിതാക്കളെ, നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്ന പാഠമാണ് 12ാമത്തെ ചാപ്റ്റർ, ഗാന്ധിജിയുടെ പാഠം. മഹാത്മാഗാന്ധിജിയുടെ പാഠം. 11ാമത്തെ പാഠം. നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്ന ചാപ്റ്ററാണ് 11ാമത്തെ, മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനം. അതിൽ ഒരു 4-5 സമരങ്ങളെ കുറിച്ച് പഠിച്ചു വെക്കണം. ഗാന്ധിജി നേതൃത്വം വഹിച്ച 4 ചമ്പാരൻ സമരം, ക്വിറ്റ് ഇന്ത്യ, അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളെ കുറിച്ച് എക്സാമിൽ ചോദിക്കും. അപ്പോൾ അവിടെ ചമ്പാരൻ സമരം, അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം തുടങ്ങി 4-5 ടോപ്പിക്ക് പഠിച്ചിരിക്കണം. അത് എസ് ആയിട്ട് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ചമ്പാരൻ സമരം. എന്താ ചമ്പാരൻ നോക്കാം. 1918 അഹമ്മദാബാദിൽ 1917 ആണ് ചമ്പാരൻ സമരം നടന്നത്. 1917 ആണ് ചമ്പാരൻ സമരത്തിൻ്റെ വർഷം. 1917 ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടുടമകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഗാന്ധിജി ചമ്പാരനിലെത്തുകയും കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ഒടുവിൽ ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഇതാണ് ചമ്പാരൻ സമരം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇതിന് കാരണം എന്താണ്? യൂറോപ്യൻ തോട്ടുടമകളെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടുടമകൾ അനാവശ്യമായി ചൂഷണം ചെയ്യുന്നു. ഇതിനെതിരെ ഗാന്ധിജി ചമ്പാരനിലെത്തുകയും കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ചു. ഇതാണെന്ത്? ചമ്പാരൻ സമരം. ചമ്പാരൻ സമരം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം മനസ്സിലായല്ലോ. 1917 ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടുടമകൾ ചൂഷണം ചെയ്യുന്നു. യൂറോപ്പിലെ ഇവിടെ പറഞ്ഞിട്ട് നീലം കർഷകരെ യൂറോപ്യൻ തോട്ടുടമകൾ ചൂഷണം ചെയ്യുന്നു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമരമാണ് ചമ്പാരൻ സമരം. അപ്പോൾ ചമ്പാരൻ സമരം പഠിക്കണം. അതുപോലെ 1919 റൗലറ്റ് ആക്ട്
ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാൻ അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് ആക്ടിനെതിരെ നടന്ന സമരമാണ് എന്തിലേത് കലാശിച്ചത്? ജാലിയൻ വാലാബാഗ്. റൗലറ്റ് ആക്ടുമായി നടന്ന സമരമാണ് ജാലിയൻ വാലാബാഗ് സമരത്തിൽ. ജാലിയൻ വാലാബാഗ് അറിയാമല്ലോ അല്ലേ? അപ്പോൾ റൗലറ്റ് ആക്ട് എന്താണ്? ആരെയും വിചാരണ കൂടാതെ വർഷം 1919 റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടും ജാലിയൻ വാലാബാഗ് ഒരേ വർഷമാണ്, 1919. ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. ആരെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനും അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ഇന്ത്യയിലൂടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. വർഷം 1919. ഇതിനെതിരെ എന്ത് നടന്നു? നാട് മുഴുവൻ സമരം നടന്നു. അതിൻ്റെ ഫലമായിട്ടുള്ള സമരമാണ് എന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജാലിയൻ വാലാബാഗ്. ഈ ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ ഒരു കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അകത്ത് ഇന്ത്യക്കാരുടെ പ്രതിഷേധ പരിപാടി ആരംഭിച്ച സമയത്ത് ജനറൽ ഡയർ അങ്ങനെ പറഞ്ഞൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും പോലീസുകാരും വന്നിട്ട് ആ ജാലിയൻ വാലാബാഗിൻ്റെ കവാടം വളയുകയും കവാടത്തിന് ഗ്രൗണ്ടിലോട്ട് എന്ത് ചെയ്തു? വെടി ഉയർത്തുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ്. ആ ജാലിയൻ വാലാബാഗ് പഠിച്ചു. പിന്നെ നിസ്സാരണ പ്രസ്ഥാനം പഠിക്കാനുണ്ട്. വർഷം 1932. 1932 നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം 1920. നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം നിസ്സാരണ പ്രസ്ഥാനം 1920. എന്താ നിസ്സാരണ പ്രസ്ഥാനം? അതിലുണ്ട് ബ്രിട്ടീഷുകാരുടെ എല്ലാ നയങ്ങളും എന്ത് ചെയ്യുക? നിസ്സഹകരിക്കുക അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കാൻ വേണ്ടി ഗാന്ധിജിയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ പ്രസ്ഥാനമാണെന്ത്? നിസ്സഹകരണ പ്രസ്ഥാനം. ബ്രിട്ടീഷുകാരുടെ എല്ലാ നയങ്ങളോടും സഹകരിക്കാതിരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. പേരിലുണ്ട് നിസ്സഹകരണം, സഹകരിക്കാതിരിക്കുക. പിന്നെ അതിൽ പഠിക്കാനുള്ള എന്താണ്? ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം പറഞ്ഞാൽ അറിയാമല്ലോ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അതാണ് ഉപ്പ് സത്യാഗ്രഹം. 1930 നടന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുള്ള അധികാരം ഗവൺമെൻറ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. ഇതിനെതിരെ ഗാന്ധിജി കൂട്ടർ എന്ത് ചെയ്തു? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായിട്ട് പോയിട്ട് എന്ത് ചെയ്തു? അവർ ഉപ്പുണ്ടാക്കി. ഇതാണെന്ത്? ഉപ്പ് സത്യാഗ്രഹം. വർഷം 1930. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വർഷം 1930. ഇതിന് കാരണം മനസ്സിലായല്ലോ? എന്തൊക്കെയാലും പറഞ്ഞാൽ നമ്മൾ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സമരമാണ് ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നുണ്ട്. ഉപ്പിന് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? നികുതി കൂട്ടി. അതുപോലെ ഉപ്പ് ഉപയോഗിക്കാനും വിൽക്കാനുള്ള അധികാരം ആരിൽ മാത്രമായിരുന്നു? ബ്രിട്ടീഷുകാരിൽ മാത്രമായിരുന്നു. ഇതിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് എന്ത്? ഇവിടെ പറയുന്നത് ഉപ്പ് സത്യാഗ്രഹം. ഗാന്ധിജിയും കൂട്ടരും സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായിട്ട് ദണ്ഡി കടപ്പുറത്തെത്തി പരസ്യമായി ഉപ്പുണ്ടാക്കി. അതാണെന്ത്? ആ സമരത്തിൻ്റെ കാര്യം പറഞ്ഞു. ഉപ്പ് സത്യാഗ്രഹം വർഷം 1930. പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഇന്ത്യ വിടുക. ഗാന്ധിജിയുടെ മൂന്നാമത്തെ പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ഓർക്കണം, ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ചമ്പാരൻ, ഗാന്ധിജി രണ്ടാമത്തേത് ഉപ്പ് സത്യാഗ്രഹം, മൂന്നാമത്തേത് എന്ത്? ക്വിറ്റ് ഇന്ത്യ. 1942 വർഷം. നമ്മൾ ലാസ്റ്റ് വർഷം പഠിക്കുക 42. 1942 ബോംബെയിൽ വെച്ചിട്ട് നടന്ന കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് ഗാന്ധിജി ഇന്ത്യൻ കൊടുത്ത മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 1942 ഉപ്പ് സത്യാഗ്രഹ വേദിയിൽ വെച്ചിട്ട്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെയിൽ വെച്ച് നടന്ന ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയ്ക്ക് കൊടുത്ത മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നിസ്സഹകരണ പ്രസ്ഥാനം പഠിച്ചു, ഉപ്പ് സത്യാഗ്രഹം പഠിച്ചു. അതുപോലെ എന്താണ് റൗലറ്റ് ആക്ട് പഠിച്ചു, ജാലിയൻ വാലാബാഗ് പഠിച്ചു. അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹം, അവിടെ ചമ്പാരനും ഖേഡ, അഹമ്മദാബാദ് സത്യാഗ്രഹമൊക്കെ പറയുന്നത്, ഇതൊക്കെ വായിച്ചു നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ എസ്സേ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, 11ാമത്തെ പാഠം. ഈ നോക്കൂ, 10ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ 1857 വിപ്ലവം, അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എസ്സേ വീഡിയോ ചെയ്തിട്ടുണ്ട്. 1857 വിപ്ലവം. അതിലെ പരാജയ കാരണമെങ്കിലും വരും. എസ്സേ വന്നിട്ടില്ലെങ്കിൽ പരാജയ കാരണമെങ്കിലും വരും. എന്താ പരാജയ കാരണങ്ങൾ അറിയില്ലേ? പേജ് നമ്പർ 143 പറയുന്നുണ്ട്.
എന്തുകൊണ്ടാണ് ഈ 1887 വിപ്ലവം പരാജയപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഈ 1887 വിപ്ലവം പരാജയപ്പെട്ടത്? അപ്പോൾ അതിൻ്റെ പരാജയ കാരണങ്ങൾ പരീക്ഷയ്ക്ക് 4 മാർക്ക് ചോദിക്കും. എസ് എ ചോദിച്ചിട്ടില്ലെങ്കിൽ അതിൽ പരാജയ കാരണമെങ്കിലും ചോദിക്കും. 1887 വിപ്ലവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പേജ് 153 അതിൻ്റെ പരാജയ കാരണങ്ങൾ. ഓക്കെ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൻവർസിംഗ് ഒക്കെ പഠിക്കുന്ന മൗലവി അബ്ദുള്ള ജനറൽ ഭക്തി നേതാക്കളും സ്ഥലങ്ങളും പഠിക്കുന്ന പാഠത്തിൽ. പിന്നെ അതിലാണ് നമ്മൾ എന്ത് മാപ്പ് പ്രതീക്ഷിക്കുന്ന ചാപ്റ്ററാണ്. അതിൽ 1887 കലാപത്തിൻ്റെ കേന്ദ്രങ്ങൾ പഠിക്കാൻ വരുന്നുണ്ട് പേജ് 155. അപ്പോൾ അതും നമ്മൾ മാപ്പിനെ പ്രതീക്ഷിക്കുന്ന ഒരു പാഠമാണ്. എസ് എ പ്രതീക്ഷിക്കുന്ന പാഠമാണ് 1887 വിപ്ലവം. 1887 വിപ്ലവം മാപ്പിനും അതുപോലെ എസ് എക്കും പ്രതീക്ഷിക്കുന്ന പാഠമാണ് 1887 വിപ്ലവം. അത് നന്നായി മനസ്സിലാക്കി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പാഠം നമ്മൾ നോക്കുന്നു. ഈ പേജ് നമ്പർ സന്താളുകളൊക്കെ ഉള്ള പേജ്, 5 റിപ്പോർട്ട് സന്താളുകളൊക്കെ ഉള്ള പേജ്. ചാപ്റ്റർ നമ്പർ വരുന്നത് 9ാമത്തെ പാഠം. കോളനി വാഴ്ചയും പ്രാദേശിക അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളും. കോളനി വാഴ്ചയും ഗ്രാമപ്രദേശങ്ങളും എന്ന പാഠം 9ാമത്തെ പാഠം. ആ പാഠത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിലാണെന്ത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ആ പേരിൽ തന്നെ ഉണ്ട് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വതമാർ എന്നേക്കുമായിട്ട് നികുതി വിരിക്കുകയാണ്. ഈ ബംഗാൾ കീഴടക്കിയതിന് ശേഷം 1993 വരെ ബ്രിട്ടീഷുകാർക്ക് വാർഷിക നികുതി ഒരിക്കലും സ്ഥിരമായി ലഭിച്ചിരുന്നില്ല. കമ്പനിയുടെ സാമ്പത്തിക ചെലവുകൾ വർദ്ധിച്ചത് പുതിയ നികുതി നയം സ്വീകരിക്കുന്നതിന് ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ചു. ഇനി അതാ പറഞ്ഞ നമ്മൾ എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പറഞ്ഞു നോക്കൂ. 1793 1793 ആണ്. 1793 ബംഗാളിൽ നടപ്പിലാക്കിയ പുതിയ ഭൂനികുതി സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 ബംഗാളിൽ നടപ്പിലാക്കിയ എന്താണ് പുതിയ നികുതി സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. കോൺവാലിസ് പ്രഭുവാണ് എന്ത് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ആ പേരിലെല്ലാം നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, ശാശ്വത എന്നേക്കുമായുള്ള ഭൂനികുതി. അപ്പോൾ അത് ആ സിസ്റ്റം കൊണ്ടുവന്ന ആളാണ് ആര് ഇവിടെ പറഞ്ഞു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. കോൺവാലിസ് പ്രഭുവാണ് എന്ത് ചെയ്യുന്നത് ഇത് നടപ്പിലാക്കിയത്, കോൺവാലിസ് പ്രഭു. പിന്നെ അതിൽ എന്ത് ചെയ്യുന്നത് അതിൻ്റെ സവിശേഷതകൾ പഠിക്കാനുണ്ട്. നമ്മൾ പേജ് നമ്പർ 317 അതിൻ്റെ സവിശേഷതകൾ പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് ജോട്ടേ ധർമാർ, ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്, മുൻകാലങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജോട്ടേ ധർമാർ എന്താണ്? ബംഗാളിലെ ധനികരായ കർഷകരെ വിളിക്കുന്ന പേരാണ് ജോട്ടേ ധർമാർ. ബംഗാളിലെ ധനികരായ കർഷകരെ വിളിക്കുന്ന പേരാണ് ജോട്ടേ ധർമാർ. ജോട്ടേമാർ പ്രത്യേകം എന്തൊക്കെയാണ്? ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നു. ജോട്ടേ ധർമാർക്ക് എന്താ പറഞ്ഞത്? ആയിരക്കണക്കിന് കൃഷിഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നു. പിന്നെ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നു. അതുപോലെ ജോട്ടേ ധർമാരുടെ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു ധനികരായ കർഷകരാണെന്ത് ജോട്ടേ ധർമാർ. ബംഗാളിലെ ധനികരായ കർഷകരാണെന്ത് ജോട്ടേ ധർമാർ. ജോട്ടേ ധർമാർ പ്രത്യേകം എന്തൊക്കെയാണ്? ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി സ്വന്തമായി ഉണ്ടായിരുന്നു. പിന്നെ കർഷകർക്ക് പണം പലിശ കടം കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് എന്താണ് ഈ ജോട്ടേ ധർമാരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ജോട്ടേ ധർമാർ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ എന്താണ് 5ാം റിപ്പോർട്ട്? 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് എന്ത് 5ാം റിപ്പോർട്ട്. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന രേഖയാണ് 5ാം റിപ്പോർട്ട്. ബംഗാളിലെ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിലെ ഗ്രാമങ്ങളിൽ നടന്ന എന്താണ് കാര്യമാണ്. അതായത് ബംഗാളിലെ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന രേഖയാണ് എന്താ 5ാം റിപ്പോർട്ട്. 5ാം റിപ്പോർട്ട് നോക്കണം. അതുപോലെ ജോട്ടേ ധർമാർ നോക്കണം. സന്താള കലാപമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ക്ലാസ് മനസ്സിലാക്കി നോട്ട് ചെയ്ത് പഠിക്കണം. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ, നല്ല മാർക്ക് ഉണ്ടാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.